ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ഡയറി മക്കള് എഴുതുക എന്നുള്ള കാര്യമാണ് കേട്ടോ. നമുക്കിനി എക്സാം ഒക്കെ വരാനായിട്ട് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് മക്കളെ ഡയറി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഡയറി എഴുതുക? ഡയറി എഴുതുന്നതിന് കുറച്ച് ഫോർമാറ്റ് ഉണ്ട്. മക്കൾക്ക് മിക്കപ്പോഴും 5 മാർക്കിനൊക്കെയാണ് ഡയറി എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ എങ്ങനെയാണ് മക്കൾ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പാറ്റേൺ വെച്ചിട്ട് മക്കൾ എഴുതിയാലാണ് കൂട്ടുകാർക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനിലോട്ട് പോവാം അല്ലെ. എന്താണ് ഡയറി റൈറ്റിംഗ്? ഓക്കെ അല്ലേ മക്കളെ, നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കില്ലേ? ചിലപ്പോൾ കൂട്ടുകാർ ഡെയിലി എന്ത് ചെയ്താറുണ്ടായിരിക്കും, ഡയറി ഒക്കെ നിങ്ങൾ എഴുതിക്കൊണ്ട് പോകുന്ന കാര്യമായിരിക്കും അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മള് ഇംഗ്ലീഷിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഡയറി റൈറ്റിംഗില് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് മക്കളെ, സ്റ്റാർട്ട് വിത്ത് ദി ഡേറ്റ് ആൻഡ് ഡേ. കൂട്ടുകാർക്ക് അറിയണ്ടായിരിക്കില്ലേ, നമ്മളൊക്കെ ഡയറി എഴുതുന്ന ആളുകളാണ്. നമ്മളൊരു ഡയറി എഴുതുന്ന സമയത്ത് എന്തിൽ വേണം മക്കളെ തുടങ്ങാനായിട്ട്? ഡേ ആൻഡ് ഡേറ്റിലെ, അതായത് അന്നേ ദിവസത്തെ ഡേറ്റും അതുപോലെ തന്നെ ഏതാണ് ഡേ എന്നതും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡയറി തുടങ്ങുന്നതിന് മുന്നേ ടോപ്പിൽ ഏതെങ്കിലും കോർണറായിട്ടോ മറ്റോ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. നോക്കിക്കേ മക്കളെ, ഓൾവേസ് ബിഗിൻ യുവർ ഡയറി ബൈ റൈറ്റിംഗ് ദി ഡേറ്റ് ആൻഡ് ഡേ അറ്റ് ദി ടോപ്പ്. ടോപ്പിലായിട്ട് ഇപ്പൊ ഇത് ആണ് നമുക്ക് ഡയറി എഴുതാനായിട്ടുള്ള ഒരു കോളം എന്ന് വെച്ചാൽ ടോപ്പിലായിട്ട് നമ്മൾ എന്ത് എഴുതുക, ഡേറ്റ് എഴുതുക, അതുപോലെ അത് ഏതാണ് ഡേ എന്നുള്ളത് കൃത്യമായിട്ട് മക്കൾ എഴുതുക. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ മക്കളെ, വെനസ്ഡേ ജൂൺ 14, 2026 എന്ന് നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്, ഡേറ്റ് തന്നിട്ടുണ്ട് അല്ലെ. വെനസ്ഡേ കണ്ടോ, ഏതാണ് ഡേ എന്ന് എഴുതിയത് കണ്ടോ, വെനസ്ഡേ അല്ലെ, ബുധനാണ് തന്നിട്ടുള്ളത്. അതുപോലെ മന്ത് തന്നിട്ടുണ്ട്, ദിവസം ഡേറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ ഇയറും തന്നിട്ടുണ്ട് അല്ലെ. വെനസ്ഡേ ജൂൺ 14, 2026 തന്നിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡയറി എഴുതുന്നതിന് ഏറ്റവും ടോപ്പിലായിട്ട് മക്കൾ അത് എഴുതി വെക്കുക. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള തീയതിയും ദിവസം ആദ്യം നമ്മൾ എഴുതണം. എല്ലായ്പ്പോഴും തീയതി ദിവസം എന്നിവ ഡയറിയുടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. ക്ലിയർ അല്ല മക്കളെ? ദെൻ സെക്കൻഡ് വണ്ണിലോട്ട് നമുക്ക് പോവാം. റൈറ്റ് ഇൻ ഫസ്റ്റ് പേഴ്സൺ, അതായത് യൂസ് ഐ. നോക്കിക്കേ മക്കളെ, സിൻസ് എ ഡയറി ഈസ് അബൌട്ട് യുവർ ഓൺ എക്സ്പീരിയൻസ് യൂസ് വേർഡ്സ് ലൈക്ക് ഐ വെന്റ് ടു ദി പാർക്ക് ടുഡേ, ഐ ഫെൽറ്റ് ഹാപ്പി വെൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് മക്കളെ, ഡയറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടേതായിട്ടുള്ള അല്ലെ അവർ ഓൺ എക്സ്പീരിയൻസസ് ആണ്, നമ്മുടെ സ്വന്തം അനുഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ഡയറി എഴുതുന്നത്. അതിനാൽ തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യാം മക്കളെ, ഐ യൂസ് ചെയ്യാം അല്ലെ. അതായത് ഐ യൂസ് ചെയ്യാം. ഐ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ അല്ലെ, ഞാൻ ഇന്ന് പാർക്കിൽ പോയിരുന്നു, ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്, ഞാൻ ഇന്ന് ഒരുപാട് വിഷമത്തിലാണ് അല്ലെ. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്, അവർ ഓൺ എക്സ്പീരിയൻസസ് ആണ് ഡയറിയിൽ എഴുതുന്നത്. അപ്പൊ എന്ത് നമുക്ക് യൂസ് ചെയ്യാം, ഐ എന്നുള്ള ഫസ്റ്റ് പേഴ്സണെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഐ വെന്റ് ടു ദി പാർക്ക് ടുഡേ, ഞാൻ ഇന്ന് ഇവിടെ പോയി, പാർക്കിൽ പോയി അല്ലേ. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഐ എന്നുള്ള ഫസ്റ്റ് പേഴ്സൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറി എഴുതാവുന്നതാണ്. ക്ലിയർ അല്ലേ? ദെൻ നോക്കിക്കേ മക്കളെ, നെക്സ്റ്റ് മക്കൾ ശ്രദ്ധിക്കേണ്ടത് കീപ് സെന്റൻസസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. കീപ് സെന്റൻസസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ, അതായത് മക്കളെ യൂസ് ഈസി വേർഡ്സ് ആൻഡ് ഷോർട്ട് സെന്റൻസസ്. നോക്കിക്കേ, നമ്മൾ ചെറിയ സെന്റൻസുകൾ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളൊക്കെ എന്ത് ചെയ്യാം, മാക്സിമം ഡയറിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നോക്കിക്കേ, ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് മം മെയ്ഡ് മൈ ഫേവറേറ്റ് ഫുഡ് അല്ലെ. അതായത് എന്റെ അമ്മ ഇന്ന് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് അല്ലെ. ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് മം മെയ്ഡ് മൈ ഫേവറേറ്റ് ഫുഡ്. ഓക്കെ ആണ് മക്കളെ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, കീപ് സെന്റൻസസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. ഷോർട്ട് ആയതും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ഒക്കെ എന്ത് ചെയ്യാം മക്കള് അതില് ഡയറിയിൽ യൂസ് ചെയ്തിട്ട് എഴുതുക. കാര്യം നമ്മുടേതായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. നമ്മുടെ ഡെയിലി ലൈഫിൽ നടന്ന വളരെ വളരെ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, അതില് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അടുത്ത നോക്കിക്കേ മക്കളെ, യൂസ് പാസ്റ്റ് ടെൻസ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ മക്കളെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞു പോയ കാലം അല്ലെ. എന്താണ് കഴിഞ്ഞു, ഓൾറെഡി ഹാപ്പൻഡ് ആണ്, സംഭവിച്ചതാണ്, യെസ്റ്റർഡേ അല്ലെ, സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ,
Since you are writing about things that already happened, use past tense verb. നോക്കിക്കേ മക്കളെ, I played football. Played അല്ലെ, I played already എന്ത് ചെയ്തിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. I played football. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. We ate lunch together. We ate, കണ്ടോ മക്കളെ, eat അല്ല, എന്താണ് വന്നിട്ടുള്ളത്, ate ആണ് അല്ലെ. അതായത് എന്താണ്, ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അല്ലെ, കഴിഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ഫുട്ബോൾ നമ്മൾ കളിച്ചിട്ടുണ്ട്, ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. ഇപ്പൊ കളിച്ചോണ്ടിരിക്കുകയാണോ, അല്ലല്ല. ഇനി എന്താണ്, നാളെ കളിക്കുമെന്നാണോ പറഞ്ഞത്, അല്ല, ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, കളിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, പാസ്റ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ മക്കളെ? ഞാൻ ഫുട്ബോൾ കളിച്ചു, ഞങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്തു, ഉച്ചഭക്ഷണം കഴിച്ചു. ക്ലിയർ ആണല്ലോ മക്കളെ? ദെൻ അടുത്ത ഒരു പോയിന്റ് നോക്കിക്കേ മക്കളെ, എക്സ്പ്രസ് ഫീലിംഗ്, വെരി വെരി ഇമ്പോർട്ടന്റ്. അതായത് മക്കളെ, നമ്മുടെ ഫീലിങ്സ് എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം ഡയറിയിൽ. ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷമാണെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മുടെ ഡയറിയിൽ അത് എക്സ്പ്രസ് ചെയ്യണം. ഇനി വളരെ വിഷമകരമായിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡയറിയിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, എക്സ്പ്രസ് ഫീലിങ്സ്, ആഡ് ഇമോഷൻസ് ടു മേക്ക് യുവർ ഡയറി ഇൻട്രസ്റ്റിംഗ്. അല്ലെ, നമ്മുടെ ഡയറി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറെ ഇമോഷൻസ് ചേർത്ത് കൊടുക്കുക. ഇവിടെ നോക്കിക്കേ മക്കളെ, ഐ വാസ് എക്സൈറ്റഡ്. എന്താണ്, ഐ വാസ് എക്സൈറ്റഡ്, ഞാൻ ഒരുപാട് ആവേശത്തിലായിരുന്നു അല്ലെ. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, ഒരു വരിയും ഒരു കുത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഒരുപാട് ആവേശത്തിലായിരുന്നു അല്ലെ, ഐ വാസ് എക്സൈറ്റഡ്. അപ്പൊ അത്തരത്തിലുള്ള ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, മാക്സിമം ഡയറിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഐ ഫെൽറ്റ് എ ലിറ്റിൽ സാഡ്. എന്താ മക്കളെ പറഞ്ഞത്, ഐ ഫെൽറ്റ് എ ലിറ്റിൽ സാഡ്, എനിക്ക് അല്പം വിഷമമായിരുന്നു അല്ലെ. വെൻ എന്ന് പറഞ്ഞിട്ട് മക്കൾ എന്താണോ അവിടെ എഴുതി ചേർക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഐ ഫെൽറ്റ് എ ലിറ്റിൽ സാഡ്, എനിക്ക് കുറച്ച് വിഷമായിട്ടുണ്ട്. പിന്നെയോ, ഐ വാസ് എക്സൈറ്റഡ്, ഞാൻ ഒരുപാട് ആവേശത്തിലാണ് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മുടെ ഓരോരോ ഫീലിങ്സ് ആണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ടും ഡയറിയിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ എന്തുണ്ട് മക്കളെ, പ്രത്യേക മാർക്കുകൾ ഉണ്ട്. ഓക്കെ അല്ല മക്കളെ? അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്, ഒന്നുകൂടി നമുക്ക് പെട്ടെന്ന് പറയല്ലോ. ഫസ്റ്റ് തന്നെ മക്കൾക്ക് അറിയാം, ഡേയും ഡേറ്റും എഴുതണം. ഏറ്റവും ടോപ്പിൽ തന്നെ ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് അതങ്ങ് എഴുതി വെച്ചോളാം മക്കളെ, അതിന് നമുക്ക് മാർക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു യൂസ് ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ, അതായത് നമ്മൾ ഐ മാക്സിമം യൂസ് ചെയ്യുക. കാരണം നമ്മുടെ അവർ ഓൺ എക്സ്പീരിയൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറിയിൽ എഴുതുന്നത് അല്ലെ. അപ്പൊ ഞാൻ ഇന്ന് പാർട്ടിയിൽ പോയിരുന്നു, ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്, ഞാൻ ഇന്ന് ഒരുപാട് വിഷമത്തിലാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഐ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ദെൻ നമ്മൾ പറഞ്ഞു, സെന്റൻസ് എപ്പോഴും ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിരിക്കണം അല്ലെ, ഷോർട്ടും സിമ്പിളും ആയിട്ടുള്ള സെന്റൻസുകൾ ആയിരിക്കണം. ദെൻ നമ്മൾ പറഞ്ഞു യൂസ് പാസ്റ്റ് ടെൻസ്, അതും വെരി ഇമ്പോർട്ടന്റ് ആണ്. പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡയറി ചെയ്ത്, ഞാൻ ഫുട്ബോൾ കളിച്ചു, ഓക്കെ, ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ സ്കൂളിൽ പോയി അല്ലെ. അതൊക്കെയാണ് എന്ത്, പാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അല്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണോ നമ്മൾ ഡയറിയിൽ എഴുതുക? അല്ല, നമ്മുടെ അന്നേ ദിവസം ഹാപ്പൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയറി എഴുതുക. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, എക്സ്പ്രസ് ഫീലിങ്സ്, നമ്മുടെ ഫീലിങ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഡയറിയിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പം ഇതാണ് ഒരു ഡയറി എഴുതാൻ പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയും. ഇനി നമുക്ക് എന്ത് ചെയ്യും, ചെറിയൊരു മോഡൽ ഡയറി എഴുതി നോക്കാം കേട്ടോ. ഓക്കെ മക്കളെ, മിസ് ഇപ്പൊ ഇവിടെ ഡയറി ചെയ്തിട്ടുള്ളത് ഇന്ന് എന്താണ്, ബർത്ത്ഡേ ആണ് നിങ്ങളുടെ ആരുടെ, അല്ലെങ്കിൽ മിസ്സിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അന്നേ ദിവസം മിസ്സിന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ ഡയറി എഴുതിയിട്ടുള്ളതാണ്. നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഏകദേശം ആ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. നോക്കിക്കേ മക്കളെ, നമ്മൾ ഫസ്റ്റ് വൺ തന്നെ എന്ത് ചെയ്തു, 21 ജൂലൈ 2026 ട്യൂസ്ഡേ എന്നുള്ളത് നമ്മൾ ഡേറ്റ് ചെയ്ത്, വെരി ഇമ്പോർട്ടന്റ്. 5 മാർക്കിൽ 1 മാർക്ക് കൂട്ടുകാർക്ക് അതിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതേ നോക്കിക്കേ മക്കളെ, ഐ ആം വെരി ഹാപ്പി ടുഡേ, ഐ ആം വെരി ഹാപ്പി ടുഡേ അല്ലെ. അല്ലെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്തു, ഐ ആം സോ എക്സൈറ്റഡ് ടുഡേ അല്ലെ, അല്ലെങ്കിൽ ഐ വാസ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു എക്സ്പ്ലനേഷൻ മാർക്ക് ഒക്കെ നമുക്ക് അവിടെ കൊടുക്കാം അല്ലെ. നമ്മുടെ ഇമോഷൻസ് അതിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. നോക്കിക്കേ മക്കളെ, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ, എന്താണ്, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. I wore a new dress. My family and friends wished me. കണ്ട മക്കൾ, അവിടെയൊക്കെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്, പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവരെന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിഷ് ചെയ്തിട്ടുണ്ട്. എന്റെ ഫാമിലിയും എന്റെ ഫ്രണ്ട്സും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. We cut a birthday cake and sang songs. കണ്ടോ അവിടെ മക്കളെ, sang songs എന്നാ പറഞ്ഞത് അല്ലെ. ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ബർത്ത്ഡേ കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് അല്ലെ.
I got many beautiful gifts. എനിക്ക് ഒരുപാട് നല്ല ഭംഗിയുള്ള ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. We ate, കണ്ടോ മക്കളെ? We ate delicious food and had lot of fun. ഞങ്ങൾ എന്ത് കഴിച്ചിട്ടുണ്ട്? നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. It was a wonderful day. I will always remember my birthday. അല്ലേ, ഇതൊരു വണ്ടർഫുൾ ഡേ ആയിരുന്നു. ഞാൻ ഈ ഒരു ബർത്ത്ഡേ എന്നും എന്ത് ചെയ്യും? ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. കണ്ടോ മക്കളെ? ഡയറിയിൽ എന്ത് ചെയ്യാ, നമ്മൾ നല്ലൊരു സ്റ്റാർട്ടിങ് വെച്ചില്ലേ, ഐ ആം വെരി ഹാപ്പി ടുഡേ അല്ലെ. അതുപോലെ തന്നെ ഒരു എൻഡിങ് നമ്മൾ കൊടുത്തു, ഐ വിൽ ഓൾവേസ് റിമെമ്പർ മൈ ബർത്ത്ഡേ അല്ലെ. ഞാൻ എന്നും എന്ത് ചെയ്യും? എന്റെ ബർത്ത്ഡേ ഓർത്തിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ഡയറി എഴുതാനായിട്ട്. അല്ലാതെ മക്കൾ ഒരു പേജ് എടുത്ത് അതിൽ നിറയെ തോന്നിയ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടുമോ? ഇല്ല. ഡയറി എഴുതുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ഫോമാറ്റ് എങ്ങനെയാണുള്ളത് മക്കൾ മനസ്സിലാക്കിയിട്ട് എഴുതാം. ഡേറ്റും അതുപോലെ തന്നെ ഡേയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡയറിക്ക് നല്ലൊരു സ്റ്റാർട്ടിംഗ് ഒക്കെ മക്കൾ കൊടുക്കുക. മക്കളുടെ ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ എന്ത് ചെയ്യുക? ഡയറിയിൽ മാക്സിമം എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മുടെ എക്സാമിന് അതെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.